നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്: രാജ്യത്തുടനീളമുള്ള ഫാർമസികളിൽ നിന്ന് കഫ് സിറപ്പുകൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങുന്നതിന് മുൻപ് ഉപഭോക്താക്കൾ ഡോക്ടറുടെ കുറിപ്പടി വാങ്ങുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറക്കിയ കരട് നിർദ്ദേശത്തെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം കേന്ദ്രം പരിശോധിച്ചതിനു ശേഷമാണ് 2026 ജൂൺ 9 വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്നതോടെ ഈ മരുന്നുകൾ ഇനി കൗണ്ടറിൽ ലഭ്യമാകില്ല. ഇത്തരം സിറപ്പുകൾ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ ഇനി ഒരു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ നൽകുന്ന സാധുവായ കുറിപ്പടി ഹാജരാക്കണം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നിരവധി കുട്ടികളുടെ മരണത്തിന് ഗുണനിലവാരം കുറഞ്ഞ സിറപ്പുകളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന സിറപ്പുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും നിയന്ത്രണ മേൽനോട്ടത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർന്നു വന്നു. സിറപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷനുകളുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന എന്നിവയിൽ കർശനമായ ഗുണനിലവാര പരിശോധനകളും കർശനമായ നിയന്ത്രണങ്ങളും വേണമെന്ന് ഈ സംഭവങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: രാജ്യത്തിൻ്റെ വാഹന മേഖലയിലും ഊർജ്ജ രംഗത്തും പുത്തൻ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന നിർണായക തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. 100% എത്തനോൾ നിയമപരമായ വാഹന ഇന്ധനമായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചു. ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ചതായും ഇതോടെ രാജ്യത്തെ ഗതാഗത ശൃംഖലയിലുടനീളം ശുദ്ധമായ ജൈവ ഇന്ധനത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിതരണത്തിനും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനും നിയമപരമായ വഴി തെളിഞ്ഞതായി നിതിൻ ഗഡ്കരി അറിയിച്ചു. E100 എന്ന് വാണിജ്യപരമായി അറിയപ്പെടുന്ന എത്തനോളിന് അനുമതി നൽകിയ നടപടി വഴി വൻതുക ചിലവഴിച്ചുള്ള വിദേശ അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷ. പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനങ്ങളിൽ ഓടിക്കാനാകുന്ന ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങളുടെയും പ്രത്യേക എഞ്ചിനുകളുടെയും ആഭ്യന്തര ഉൽപ്പാദനം വേഗത്തിലാക്കാൻ പ്രമുഖ വാഹന നിർമ്മാതാക്കൾക്ക് ഈ നടപടി പ്രേരണയാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. മാത്രമല്ല, ഈ നയം ഇന്ത്യയിലെ വൻകിട കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് കരിമ്പ് കർഷകർക്കും ധാന്യ ഉൽപ്പാദകർക്കും വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു. അതായത് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ്, ചോളം, കേടുവന്ന ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ രണ്ടാം തലമുറ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ബയോ റീഫൈനറികളിലേക്ക് മാറ്റാൻ കഴിയും. ഇതുവഴി രാജ്യത്തിൻ്റെ ഇറക്കുമതി ചെലവ് 10,000 കോടി രൂപയായി കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: റോഡ് അപകടങ്ങൾ കണ്ടാൽ പലരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട്. പിന്നീട് വരുന്ന നൂലാമാലകൾ, അതായത് കേസുമായി ബന്ധപ്പെട്ടുള്ള പൊല്ലാപ്പുകളെ ഭയന്നാണ് ഇത്തരത്തിലുള്ള വിമുഖത കാണിക്കുന്നത്. സംഭവം കേസായാൽ സാക്ഷിയായി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങേണ്ടി വരും. ഒരു പക്ഷേ വാദി പ്രതിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്നും ചിലർ ഭയക്കുന്നു. ഇത്തരം ആശങ്ക വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഭയമില്ലാതെ മുന്നോട്ട് വരാം. കേസിൽ പ്രതിയാക്കില്ല, സാക്ഷിയാകണം എന്ന് നിർബന്ധവുമില്ല. പരിക്കേറ്റയാൾക്ക് ആശുപത്രിയിൽ കൂട്ടിരിക്കണം എന്നില്ല. സഹായിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ വക 25,000 രൂപ പാരിതോഷികം ലഭിക്കുകയും ചെയ്യും. കൂടാതെ സന്നദ്ധ സേവനത്തിലുള്ള സർട്ടിഫിക്കറ്റും. ഇതാണ് രഘ്വീർ സ്കീം എന്ന് പറയുന്നത്. കൃത്യസമയത്ത് ലഭിക്കുന്ന വൈദ്യസഹായം ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ഇതിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രഘ്വീർ പദ്ധതി ശക്തമാക്കിയിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി നിയമ പരിരക്ഷ ഉറപ്പു നൽകുന്നു. അപകടത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നു. ഈ സമയത്താണ് വൈദ്യസഹായം ഏറ്റവും ഫലപ്രദമാകുന്നത്. ഗുരുതരമായ പരിക്കുകൾക്കും വൈകല്യങ്ങൾക്കും ഇത് പരിഹാരമാകുന്നു. പ്രത്യേക പരിശീലനമോ ഉപകരണങ്ങളോ ഇതിനായി ആവശ്യമില്ലെന്ന് സർക്കാർ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. നല്ലവരായ സഹായികൾക്ക് ഗുഡ് സമരിത്തൻ ചട്ടങ്ങൾ പ്രകാരം നിയമ സംരക്ഷണം ലഭിക്കും. സിവിൽ, ക്രിമിനൽ ബാധ്യതകളിൽ നിന്ന് ഇവരെ ഒഴിവാക്കും. ആശുപത്രികളിൽ പേര് വെളിപ്പെടുത്താൻ നിർബന്ധമില്ലാത്തതുകൊണ്ട് അജ്ഞാതമായി തുടരാം. ചികിത്സാ ചിലവുകൾ സഹായികൾ നൽകേണ്ടതില്ല. ആശുപത്രിയിൽ തുടരാനോ FIR ഫയൽ ചെയ്യാനോ സഹായികളെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് ചട്ടം വ്യക്തമാക്കുന്നു. സഹായിക്കുന്നവർക്ക് 25,000 രൂപ പാരിതോഷികവും പ്രശംസാ പത്രവും നൽകും. വർഷത്തിൽ 5 തവണ വരെ ഈ ഒരു ആനുകൂല്യം
ആനുകൂല്യം നേടാം. സഹായികളോട് പോലീസ് ഒരു തവണ മാത്രമേ മൊഴി ചോദിക്കുകയുള്ളൂ. അത് സഹായികൾക്ക് അനുയോജ്യമായ സമയത്തും സ്ഥലത്തുമായിരിക്കണം. ഈ നിയമങ്ങൾ 2020 വിജ്ഞാപനം ചെയ്തത്. മോട്ടോർ വാഹന ഭേദഗതി പ്രകാരമാണ് ഈ ഒരു നടപടി. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി KSEB അറിയിക്കുന്നു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്താണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. പവർ എക്സ്ചേഞ്ചിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയിൽ കുറവുണ്ടായതും മഴ ആവശ്യത്തിന് ലഭിക്കാത്തതുമാണ് വൈദ്യുതി നിയന്ത്രണം നിർബന്ധമാക്കാൻ കാരണമായതെന്ന് KSEB വ്യക്തമാക്കുന്നു. ജൂൺ 30 വരെയാകും നിയന്ത്രണം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് നാളെയും മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.